കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം. റാഗിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ തലക്കും കാലിനും പരിക്കേറ്റു. സംഭവത്തിൽ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് പ്രിൻസിപ്പൽ ഷൈനി ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഒന്നാം വർഷ BBA വിദ്യാർത്ഥിയെ കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം കൂടാതെ മറ്റ് 4 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ഒന്നാം വർഷ വിദ്യാർത്ഥി കൂളിംഗ് ഗ്ലാസ് വെച്ചതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. ഇത്തരമൊരു സംഭവം കോളേജിൽ ആദ്യമായാണ്. സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ തന്നെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോളേജ് പ്രിൻസിപ്പൽ ഷൈനി ജോർജ് പറഞ്ഞു. നമുക്കിത് ആദ്യമായിട്ടാണ് കോളേജിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കാരണം എന്ന് വെച്ചിട്ട് നമ്മുടെ കോളേജിൽ വളരെ ശക്തമായിട്ടാണ് നമ്മളുടെ ഗ്രീവൻസ് സെല്ല്, ആൻറ്റി റാഗിങ് സെല്ല്, ഡിസിപ്ലിൻ കമ്മിറ്റി നമ്മളെല്ലാ മാസവും കൂടാറുണ്ട്. അങ്ങനൊരു ഇഷ്യൂസ് നമുക്ക് ഇത്രയും വർഷമായിട്ടും അങ്ങനൊരു ചെറിയ ഇഷ്യൂ പോലും ഉണ്ടായിട്ടില്ല. കാരണം ടീച്ചേഴ്സിന് കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പം കുട്ടികൾ ഫസ്റ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ചില ലൊക്കേഷൻസ് ഉണ്ടാവുമല്ലോ, ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ലൊക്കേഷനിലൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ബ്രേക്ക് ടൈമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നൊരു സംവിധാനമാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഇപ്പം ഈ കോളേജ് ഡേ അനുബന്ധമായിട്ട് ചെറിയൊരു കൂളിംഗ് ഗ്ലാസ്, ഒരു കുട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ചു ജൂനിയർ. അതിൻ്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു എന്തെന്നുള്ളതൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു, ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.